വിമൻ റിസർവേഷൻ ബിൽ. BJP ആ നിയമത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് പരിഹാസ്യമായ നാടകം കളിക്കുകയാണ്. ഇത്തരം നാടകങ്ങൾ ഇന്ത്യ ഇതുപോലെ കണ്ടിട്ടില്ല മുമ്പ് ഒരിക്കലും. സ്ത്രീകളെയെല്ലാം പാട്ടിലാക്കാൻ വേണ്ടി സ്ത്രീ രക്ഷയുടെയും സ്ത്രീ അവകാശങ്ങളുടെയും എല്ലാം കഥ പറഞ്ഞുകൊണ്ടൊരു പാർട്ടി കളിക്കുന്ന നാടകമാണിത്. ഈ നാടകത്തിൽ BJPക്കോ മോദിക്കോ ലവലേശം ആത്മാർത്ഥതയില്ല. വഞ്ചനയാണ്, തട്ടിപ്പാണ്, സ്ത്രീ വിരോധമാണ് BJP നയിക്കുന്നത്. 2023 ഒരു ബില്ല് പാസ്സാക്കി, ഇതുപോലത്തെ ഒരു ബില്ല്. അന്ന് ഞാനും ഒരു അംഗമാണ് സഭയിൽ. ചർച്ചകളന്ന് ഞാനും പങ്കെടുത്തവനാണ്. ആ ബില്ല് പാസ്സാക്കി. പക്ഷെ ആ ബില്ലിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നില്ല. ഈ ബില്ല് സഭയിൽ ചർച്ചക്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി കിട്ടിയ അന്ന് വീണ്ടും പറയുന്നു ആ ബില്ലിൻ്റെ ഇത്രയും വൈകിയ നോട്ടിഫിക്കേഷൻ ഇതാ പുറത്തു വന്നിരിക്കുന്നു. രാഷ്ട്രീയ നെറികാടിൻ്റെയും ഗൂഢനീക്കത്തിൻ്റെയും പാർട്ടിയാണോ BJP? അങ്ങനെയാണ്. അത് പറയാൻ വീണ്ടും കാരണമുണ്ട്. പലവട്ടം CPI ചോദിച്ചു. ഈ പറഞ്ഞ 21 ചർച്ചയെ പങ്കെടുത്തുകൊണ്ട് അന്ന് ഞാനും ചോദിച്ച ചോദ്യമാണത് രാജ്യസഭയിൽ. ചോദ്യം അതായിരുന്നു, BJPയുടെ ഈ നീക്കത്തിൽ നാരീശക്തിയുടെ മഹത്വം പറയുകയാണ്. നാരീശക്തിയുടെ മഹത്വം, സ്ത്രീപീഡനത്തിൻ്റെയും സ്ത്രീ വിദ്വേഷത്തിൻ്റെയും ആൺകഴിവുകളുടെയും പാർട്ടിയാണ് BJP. ആ BJPക്ക് അതുകൊണ്ട് ഇത്തരം വർത്തമാനം പറയുന്ന അവകാശമില്ല. പക്ഷെ വോട്ടിന് വേണ്ടി എല്ലാ നാടകവും കളിക്കും. അന്ന് ഉന്നയിച്ച ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. BJPയെ നയിക്കുന്നത് RSS ആണ്. RSS ആണ് BJPയുടെ തലയും തലച്ചോറുമെല്ലാം. നട്ടെല്ലും തലച്ചോറുമെല്ലാം അത് BJP ആണ്, RSS ആണ്. RSS എല്ലാമായി വർത്തിക്കുന്ന BJPയിൽ ഇത്രയും വലിയ നാരീ സ്നേഹം പറയുമ്പോൾ ഒരു ചോദ്യം ഇവിടെ ഉണ്ട്, ഉത്തരം കിട്ടാതെ. ഉത്തരമുണ്ടെങ്കിൽ അത് പറയണം, മോദി പറയണം. ചോദ്യം എന്താണ്? BJPയുടെ വഴികാട്ടിയായ, ആശയ രാഷ്ട്രീയ വഴികാട്ടിയായ RSSൽ സ്ത്രീകൾക്ക് അംഗത്വം ഉണ്ടോ? സ്ത്രീകൾക്ക് RSSൽ അംഗത്വം ഉണ്ടോ? ഇല്ല. ഇന്ത്യ അതറിയണം. സ്ത്രീക്ക് അംഗത്വം കൊടുക്കാത്ത RSS ആണ് അവർ നയിക്കുന്നത്. അംഗത്വം പോലും കൊടുക്കാതെ സ്ത്രീയെ കാതങ്ങൾ അകറ്റി നിർത്തുന്ന RSS നയിക്കുന്ന BJP പറയുകയാണ് ഞങ്ങൾ നാരികൾക്ക് വേണ്ടിയുള്ള മഹത്വം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നാരീ ശക്തികളുടെ പാർട്ടിയായിട്ട് ആ പാർട്ടി മാറിയെന്നു. ആ പാർട്ടി എത്രമാത്രം തട്ടിപ്പിൻ്റെ പാർട്ടിയാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങളറിയണം, സ്ത്രീകൾക്ക് അംഗത്വം കൊടുക്കാത്ത RSSൻ്റെ ഈ നെറികേടിനെ പറ്റി ചർച്ചയുണ്ടായി. ചർച്ചയ്ക്ക് മുമ്പിൽ അവർക്ക് ഉത്തരവിടാതെ പോയി. അപ്പോൾ വീണ്ടും നാടകം കളിച്ചു. അത് RSSൽ അംഗത്വം കൊടുക്കാമെന്നല്ല പറഞ്ഞത്. RSSൽ സ്ത്രീകൾക്ക് അംഗത്വം പറഞ്ഞില്ലേ BJPയും RSSും? പകരം പറഞ്ഞു സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി രാഷ്ട്രീയ സേവിക സമിതി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അതും RSS ആണ്. ഒരു RSS രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, എക്സ്ക്ലൂസീവ്ലി ഫോർ വിമൻ, അല്ല മെൻ, ആണുങ്ങൾ മാത്രം. അവിടെ പെണ്ണ് വരാൻ പാടില്ല. പെണ്ണിനെ കണ്ടാൽ അപകടമാണ്. അതുകൊണ്ട് അവിടെ പവിത്രമായിട്ടുള്ള ആ സ്ഥലത്ത് ഒരു പെണ്ണും വരാൻ പാടില്ല. അംഗത്വം പോലും പാടില്ല. ഭാരതാംഗത്വം പോട്ടെ, ചർച്ചയിലെ പങ്കാളിത്തം പോകട്ടെ, അംഗത്വം പോലുമില്ല. ആ ചർച്ചയിൽ അവർ ഒറ്റപ്പെട്ടപ്പോൾ അവർ കണ്ടെത്തിയ വിദ്യയാണത്. സ്ത്രീകൾക്ക് മാത്രമായിട്ട് RSSൻ്റെ മുൻകൈയിൽ ഒരു സംഘടന ഉണ്ടാക്കി. അതാണ് രാഷ്ട്രീയ സേവികാ സമിതി.
അതാണ് RSS, അതാണ് BJP.